മെറ്ററായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ പ്രേക്ഷിത ദൗത്യം, സുവിശേഷം അറിയിക്കുന്ന ആ മിഷൻ, അതിൻ്റെ ശക്തിയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എങ്ങനെയാണ് ആ ശക്തി നമ്മളിലേക്ക് വരുന്നതെന്നുള്ള ചില ചിന്തകൾ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ എൻ്റെ ആമുഖമായിട്ട് ചില കാര്യങ്ങളാണ് പറഞ്ഞത്. എല്ലാവരും സുവിശേഷകനാണ്, എല്ലാ വിശ്വാസിയും ഈ മിഷൻ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞു. കാരണം യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നതിൻ്റെ ദൗത്യം അതായിരുന്നുവെന്നും ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ നിക്ഷേപം എന്ന് പറയുന്നത് നിങ്ങളിലും എന്നിലുമാണ്. നമ്മൾ ഉയരത്തിലുള്ളത് നിക്ഷേപിക്കണം എന്ന് പറഞ്ഞാൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് നിങ്ങളിലും എന്നിലുമാണ്. കാരണം എന്ന് വെച്ചാൽ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു, തൻ്റെ സ്വപുത്രനെ ഈ ലോകത്തിനെ വീണ്ടെടുക്കുന്നതിനായിട്ട് അയച്ച ആ വലിയ സ്നേഹത്താൽ നിങ്ങളെയും എന്നെയും വീണ്ടെടുത്തെങ്കിൽ ആ ഹാർട്ട്, ദൈവത്തിൻ്റെ ഹാർട്ടെന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള എല്ലാവരെയും വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അതെപ്പോൾ തീരുന്നു? ദൈവം മഹാകരുണയും ദയയും ഉള്ളതാണ്. അതുകൊണ്ടാണ് ഡിലേ വരുന്നത്. അല്ലെങ്കിൽ എന്നേ കർത്താവ് വീണ്ടും വന്ന് കൂട്ടിച്ചേർത്തേനെ. അനേകം ആളുകൾ ഇനിയും കർത്താവിനെ അറിയാനായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വലിയ മിഷൻ നിങ്ങളും ഞാനും ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, സുവിശേഷത്തിൻ്റെ ശക്തിയെക്കുറിച്ച് റോമർ 1:14 എന്ന് പറഞ്ഞു. അതുപോലെ ഏത് രീതിയിലും നമുക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് പറയും. പുരുഷനായാലും സ്ത്രീയായാലും കുഞ്ഞായാലും ആർക്ക് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് പറയും. ഈ പ്രോസസ്സിനകത്ത് പോകുക, ആദ്യം യേശുക്രിസ്തു പറഞ്ഞ പോകുക എന്നുള്ളതാണ്. നമുക്ക് പോകാം, പലർക്കും പോകാം. മിഷനായിട്ട് ദൈവത്തെ, യേശുവിൻ്റെ വലിയ രക്ഷണീയ സുവിശേഷത്തിന് ദൗത്യവുമായി അറിയാത്ത സ്ഥലങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ഇന്ത്യ തന്നെ പറഞ്ഞാൽ ഇന്ത്യയിലെ ക്രിസ്ത്യൻസിൻ്റെ പോപ്പുലേഷൻ തന്നെ, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന കർത്താവിനെ അറിയുന്നവരുടെ പോപ്പുലേഷൻ തീരെ കുറവാണ്. 3%, 4% ഉള്ളത് ആക്ച്വൽ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചത് എത്ര സുലഭവും കുറവാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ ഒരു എക്സ്പീരിയൻസിലേക്ക് അവരെ നടത്താനായിട്ട് വലിയൊരു ഉത്തരവാദിത്വം ഇന്ത്യയിൽ നമുക്കുണ്ട് എന്ന് മറന്നു വരുന്നു. അതുകൊണ്ട് പോവുക. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഈ ലോകത്തിലുള്ള ആരോടും നമുക്ക് യാതൊരു ശത്രുതയും വൈരാഗ്യമൊന്നുമില്ല. നമുക്ക് ദുഷ്ടാത്മസേനയോടാണ് പോരാട്ടം. അതുകൊണ്ട് ഈ ദുഷ്ടാത്മസേനയോടുള്ള പോരാട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും ആവശ്യമാണ്. പോവുക കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ വലിയ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. അനേകം ആളുകൾ കർത്താവിനെ പേഴ്സണലായിട്ട് അറിയാനായിട്ട് പ്രാർത്ഥിക്കണം. യോഹന്നാൻ 4:35 കൊയ്ത്തിന് നിലം വിളഞ്ഞിരിക്കുന്നു എന്ന് യേശു പറഞ്ഞിരിക്കുന്നത്. കൊയ്ത്തിന് നിലം വിളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ കൊയ്യാനായിട്ട് ആളുകൾ പോകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥന ഏറ്റവും ആവശ്യമാണ്. എന്നിട്ട് ഈ പോകുമ്പോൾ അവരെ അയക്കണം, അല്ലേ? അവരെ അയക്കാനൊരു ടീം വേണം. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അയക്കണം. അതുപോലെ ഈ മിഷന് വേണ്ടി നമ്മൾ കൊടുക്കണം. നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, 5 അപ്പവും 2 മീനും ആ കുട്ടിയെ സബ്മിറ്റ് ചെയ്തപ്പോഴേ അത് ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് വിനിയോഗിക്കപ്പെട്ടു. അതിൽ അനേകം ആളുകൾ സുവിശേഷം അറിയണം. അതിനുവേണ്ടി നമ്മൾ പോകണം, പ്രാർത്ഥിക്കണം, അയക്കണം, കൊടുക്കണം. ഇതെല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. റോമർ 10:14-15 വാക്യങ്ങളിലെ പൗലോസ് എഴുതിയിരിക്കുന്നത്, എന്നാൽ അവർ വിശ്വസിക്കാതെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും എന്നുണ്ടെങ്കിൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ഇത് തിരിച്ച് ചിന്തിക്കുക. എന്നാൽ ഇത് തിരിച്ചിടുക. ഈ പറഞ്ഞ ഭാഗം ഒന്ന് തിരിച്ചിടുക. ആദ്യം ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? പ്രസംഗിക്കുന്നതില്ലാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? തിരിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് വരുന്നത്. അവർ ആദ്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും പോണം പ്രസംഗിക്കാനായി. അതിന് സുവിശേഷം അറിയിക്കാനായിട്ട് ആരെങ്കിലും പോകണം. യേശു മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ചുറ്റിത്തിരിഞ്ഞ് പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. അവൻ പട്ടണങ്ങളിൽ ഉപദേശിച്ചായിട്ട് കാണുന്നു, ഊരുകളിൽ പോയതായിട്ട് കാണുന്നു. മർക്കോസ് 1 അവൻ ഊരുകളിൽ പോയതായിട്ട് കാണുന്നു. പിന്നെ മർക്കോസ് 8:1 പട്ടണം തോറും പോയി പ്രസംഗിച്ചായിട്ട് കാണുന്നു. മർക്കോസ് 3:14 ശിഷ്യന്മാരെ നിയമിച്ചതായിട്ട് കാണുന്നു. ഇതെല്ലാം യേശുക്രിസ്തു ചെയ്ത ശുശ്രൂഷകളാണ്. അതുപോലെ പോകാനായിട്ട് പോകണം, പ്രസംഗിക്കണം. അതുകൊണ്ട് ആളുകൾ കേൾക്കണം, കേട്ടിട്ട് വിശ്വസിച്ചിട്ട് അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ, കാരണം
ആർക്കും അറിയത്തില്ല, കണ്ണുകളൊക്കെ അടഞ്ഞിരിക്കുകയാണ്. പൗലോസിൻ്റെ മാനസാന്തരത്തിന് ശേഷം സ്വർഗീയ ദർശനത്തെക്കുറിച്ച് അഗ്രിപ്പാവിൻ്റെ മുമ്പിൽ പൗലോസ് പ്രസംഗിക്കുന്ന പ്രസംഗം അപ്പോസ്തല പ്രവൃത്തി 26:18 പറയുന്നുണ്ട്. അതിൽ പൗലോസിന് ദൈവം കൊടുത്ത ദർശനമാണ്. അവന് എരിവോടുകൂടി യഹൂദന്മാരെ എന്ന് വെച്ചാൽ മോശയുടെ പ്രമാണത്തിന് എതിരായിട്ട് നിൽക്കുന്നവരെ പിടിച്ചു കെട്ടി അവരെ ഉപദ്രവിക്കാനായിട്ട് മഹാപുരോഹിതൻ്റെ കയ്യിൽ നിന്ന് പത്രവും വാങ്ങി ഇറങ്ങി പുറപ്പെട്ട ആൾ. ദമാസ്കസിൻ്റെ വഴിയിൽ വെച്ച് ദൈവം അവനോട് ഇടപെട്ടു, യേശു അവനോട് ഇടപെട്ടു. അവനെ ദൈവം വിളിച്ചു, യേശുവിനെ നേരിട്ട് കണ്ടു. അത് കഴിഞ്ഞിട്ട് ആ ദർശനത്തിലെ അവൻ്റെ എല്ലാ എയിമും അവൻ്റെ എല്ലാ അവൻ വന്ന എന്തിനു വേണ്ടി വന്നു അതിൽ നിന്ന് തിരിച്ച് അതിനു വേണ്ടി ആ ഒരു ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി അവൻ ഇറങ്ങി പുറപ്പെട്ടത് നമുക്കറിയാം. അപ്പോൾ ഈ അഗ്രിപ്പാ രാജാവിൻ്റെ മുമ്പിൽ വെച്ച് സംസാരിച്ച വാക്യം അപ്പോസ്തല പ്രവൃത്തി 26:18 എഴുതിയിട്ടുണ്ട്. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് പറഞ്ഞു. പൗലോസിനെ ദൈവം അയച്ച വലിയ മിഷൻ, ആ ദൗത്യം ആണതിൽ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചപ്പോഴുള്ള ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞു. അതുമായിട്ട് ഏകദേശം ഈക്വലായിട്ടുള്ള കാര്യമാണ്. എന്താണ്? പാപമോചനം കൊടുക്കുക. പാപമോചനം എന്ന് പറഞ്ഞാൽ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് പാപം ഏറ്റുപറഞ്ഞ് കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. അത് മാത്രമല്ല, അങ്ങനെ മാത്രമല്ല, അവരുടെ ഇടയിൽ ഒരു അവകാശം. എവിടെയാണ്? ഉയരത്തിൽ ഒരു അവകാശം. അവിടെ കണ്ണ് തുറക്കണം. ഇരുട്ടിലാണ്, തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുക, എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇന്ന് ജനങ്ങളുടെ ഈ ലോകത്തിലുള്ള ഒരു 90% ആൾക്കാർ ഇതുപോലെ കണ്ണ് ഒന്നും അറിയത്തില്ല, എന്താ ചെയ്യുന്നത്. കണ്ണ് തുറക്കണം. കണ്ണ് പറഞ്ഞു പറഞ്ഞാൽ ഒരു അന്തരം എന്നുള്ളതല്ല, അകം കണ്ണ് തുറക്കുക എന്നുള്ളതാണ്. കാര്യങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്താണ്? ഇരുളിലാണ് പോകുന്നത്, പിശാചിൻ്റെ വഴികളിലാണ് പോകുന്നത്. അതിൽ നിന്ന് വെളിച്ചത്തിലേക്ക് തിരിയണം. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, സാത്താൻ്റെ അധികാരത്തിൽ നിന്ന്. സാത്താനാണ് അധികാരം പറഞ്ഞിരിക്കുന്നത്. എന്നാ അധികാരം വന്നത്? ഏദൻ തോട്ടത്തിൽ വെച്ച് അധികാരം സാത്താൻ ഏറ്റെടുത്തു. ആ ഏറ്റെടുത്തെങ്കിലും യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ ആ അധികാരത്തിൻ്റെ ശക്തി ഇല്ലാതെയായെങ്കിലും ഇപ്പോഴും നമ്മൾ ആ അധികാരത്തിൻ്റെ കീഴിലാണെന്നും പറഞ്ഞ് അങ്ങ് അടിമയായി കിടക്കുകയാണ്. ആ അധികാരത്തിലേക്ക്, ദൈവത്തിലേക്ക് തിരിയണം. അതിനുവേണ്ടി എന്നെ അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് കമ്മീഷൻ ചെയ്ത് പോളിനെ അയച്ച കാര്യം പറയാണ്. നമ്മളെ ദൈവം കമ്മീഷൻ ചെയ്ത് ഇതുപോലല്ലെങ്കിൽ പോലും നമ്മളെയും കമ്മീഷൻ ചെയ്ത് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ? ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഫേവർ, അവൻ്റെ ദൃഷ്ടി, അവൻ്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ട്. കാരണം എന്താണ്? യേശുക്രിസ്തു ചെയ്യുന്ന അല്ലെങ്കിൽ പൗലോസ് ചെയ്യുന്ന ശുശ്രൂഷയാണ് നിങ്ങളും ഞാനും ചെയ്യുന്നത്. അത് യേശുവിൻ്റെ മേലുള്ള അധികാരവും യേശുവിൽ മേലുള്ള പ്രോമിസും എല്ലാം നിങ്ങളുടെയും എൻ്റെ മേലും ഉണ്ട് എന്ന് മറന്നുപോകരുത്. സക്രിയാവ് 2:8 പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. സക്രിയാവ് 2:8 ദൈവം പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. കൺമണി എന്ന് പറഞ്ഞാൽ ആപ്പിൾ ഓഫ് ദ ഐ, കണ്ണിൻ്റെ കൃഷ്ണമണി, ആപ്പിൾ. നിങ്ങളെ തൊടുന്നവൻ. നിങ്ങൾ സുവിശേഷം അറിയിക്കുകയാണെങ്കിൽ, നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ അതിലുമായിട്ട് ഇറങ്ങിപ്പുറപ്പെടുമ്പോഴേ നിങ്ങൾക്ക് ബാധയും പ്രയാസങ്ങളും അതുപോലെ നെടുവീർപ്പുകളും നിരാശകളും വരാനായിട്ട് ദൈവം നിങ്ങളെ അനുവദിക്കുകയില്ല. ഏതെങ്കിലും ഒപ്പോസിഷൻ നിങ്ങൾക്ക് വന്നാൽ അവിടെ ദൈവം ഇടപെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ തൊടുന്നവനെ അവൻ്റെ കൺമണിയെ തൊടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം പ്രധാനമാണ്. സക്രിയ 2:8 പറയുന്നത്. യെശയ്യാവ് 49:16 ഇങ്ങനെ ആ പ്രോമിസ്, ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കും. ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അതിനകത്ത് ആ വേർഡ് എൻഗ്രേവ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ എൻഗ്രേവ് എന്ന് പറയുന്ന ഒരു പ്രതലത്തിൽ അല്ലെങ്കിൽ ഒരു തടിയുടെ കഷ്ണത്തിൽ എന്തെങ്കിലും എൻഗ്രേവ് ചെയ്താൽ
അത് പെയിൻ്റ് അടിച്ചാലൊന്നും മാറത്തില്ല, അത് കഴുകിയാലും മാറത്തില്ല. അത് തകർത്ത് കളഞ്ഞെങ്കിലേ അത് ഇല്ലാതെയാവും. അല്ലേ? എൻഗ്രേവ് കൊത്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യം അത് വെറുതെ അങ്ങനെ വേറെ ഒന്നീ കൊത്തിക്കളയണം, അല്ലെങ്കിൽ അത് തകർത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ മാറുള്ളൂ. അതുകൊണ്ട് ദ ഡെവിൾ കനോട്ട് ടച്ച് യു. പിശാചിന് നിന്നെ തൊടാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താണ്? എൻ്റെ കയ്യിൽ എൻഗ്രേവ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആദ്യം എന്നെ തൊടണം, അല്ലേ? ആ ബേസ് മാറ്റിയെങ്കിൽ മാത്രമേ നിൻ്റെ രൂപം അതിൽ നിന്ന് മാറുള്ളൂ. നിൻ്റെ കയ്യിൽ നിന്നെ എൻഗ്രേവ് ചെയ്ത് കൊത്തി ഉണ്ടാക്കിയിരിക്കാന്ന് ആദ്യം കൈ തകർത്ത് കളയണമെങ്കിൽ നിൻ്റെ രൂപം അതിൽ നിന്ന് മാറുള്ളൂ. എന്ന് പറഞ്ഞാൽ ഡെവിളിന് നിന്നെ തൊടാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് മിഷനിൽ ഇൻവോൾവ് ചെയ്യുന്നവർക്ക് ദൈവത്തിൻ്റെ ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ, ഒരു സ്പെഷ്യലായിട്ടുള്ള ശക്തി ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഒരു ഡെലിവറൻസ് അവരുടെ ജീവിതത്തിലുണ്ട്. മിഷനിൽ ഇൻവോൾവ് ചെയ്യുന്നവർക്ക് വലിയൊരു ഡെലിവറൻസ് വന്നു ചേരുന്നു. നമുക്ക് ഇതൊക്കെ കേട്ടെന്ന് പറഞ്ഞാലൊന്നും നമുക്കൊന്നും സാധാരണ ബോധിക്കത്തില്ല, അല്ലേ? നമുക്കാകെയില്ല ഈ ലോകത്തിലുള്ള കാര്യങ്ങളും ഇങ്ങനെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വേണം എന്നുള്ളൊരു ചിന്തയാണ്. സഹോദരൻ ഇങ്ങനെ മിഷൻ്റെ കാര്യവും അനോയിൻറ്റിങ്ങിൻ്റെ കാര്യവും ദർശനത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞങ്ങൾക്ക് എന്താ കാര്യം, പ്രയോജനമെന്ന കാര്യം? ഈ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ പുറപ്പാട് പുസ്തകത്തിനകത്ത് 14-ാം അധ്യായത്തിൽ ആ ഇസ്രായേൽ മക്കൾ മോശയോട് ചോദിച്ച ചോദ്യമാണ്. ഫറോവൻ ഇങ്ങനെ ഇസ്രായേൽ മക്കളെ പിടിക്കാനായിട്ട് മിസ്രൈമർ ഇങ്ങനെ പിന്നാലെ വരുന്ന കണ്ടപ്പോൾ ഇസ്രായേൽ മോശയോട് അവർ ചോദിക്കുക, ആൾക്കാർ, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടു വന്നത്? ഈ ശവക്കല്ലറ ഞങ്ങൾക്ക് അവിടെ മിസ്രൈമിൽ കിട്ടത്തില്ലായിരുന്നു. അവർ മിസ്രൈമിൽ എന്തോ ചെയ്യുന്നത്? നല്ല അവർ ഈ അടിമകളെ വേറൊരിടത്താണ് നടക്കുന്നത്, ലീഡേഴ്സിനെ മാത്രമേ ഉള്ളൂ പിരമിഡിലടക്കുന്നത്. അപ്പോഴിവിടെ ദർശനം നഷ്ടപ്പെട്ടു പോയ ഒരു ഗ്രൂപ്പായിട്ടാണ് ഈ ഇസ്രായേൽ മക്കളെ കാണുന്നത്. ദൈവം അവർക്ക് വലിയ ദർശനം കൊടുത്താണ്. അവരുടെ വഴിയിലൊക്കെ അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തവരെ കൊണ്ടുവരിക. വെള്ളം കൊടുത്തു, മന്ന കൊടുത്തു, എല്ലാ കാര്യങ്ങളും കൊടുത്തവരെ കൊണ്ടുവരിക. എന്നിട്ടും അവർ ദർശനം നഷ്ടപ്പെട്ടു. ഒരു ഒപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു കാര്യം വരുന്ന കണ്ടപ്പോഴത്തേക്ക് അവരെല്ലാം മരിച്ചു പോകും എന്ന് പറഞ്ഞ് അവർ പിറുപിറുക്കുകയും മോശയോട് എതിര് ചോദിക്കുകയും ചെയ്യുന്ന. എന്നിട്ട് പറയുകയാണ്, 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മിസ്രൈമിലേക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണം എന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രൈമിയർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞു. മനുഷ്യൻ്റെ ചിന്തയും എല്ലാം ഇതാണ്. എന്തെങ്കിലും ഒരു പ്രതികൂലമോ എന്തെങ്കിലും ഒരു പ്രയാസമോ ജീവിതത്തിൽ വരുമ്പോഴേ ദൈവത്തെ ഇങ്ങനെ കുറ്റം പറയുകയും ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കാനും അതിനെതിരായിട്ട് പറയാനും ചിന്തിക്കാനും തുടങ്ങുക, അത് പിശാച് കൊണ്ടുവരുന്നൊരു കാര്യമാണ്. അത് നമ്മുടെ ഉള്ളിലേക്ക് കയറിയത്. അവിടെയാണ് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത്, വിശ്വാസം ഇല്ലാതെ പോകുന്നത്. എരിഹോ മതിൽ ചുറ്റി നടന്നു കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു എന്തായിരുന്നു? നിങ്ങൾ മിണ്ടരുത്, കാരണം മിണ്ടിയാൽ നിങ്ങൾ അവിശ്വാസം പറയും. അതുകൊണ്ട് ഇത് അറിയാം, നിങ്ങൾ പണ്ട് അവിശ്വാസം പറഞ്ഞുകൊണ്ട് നടന്നതാണ്. ഒരെണ്ണം അവിടെ ചെന്നില്ല. എവിടെ? കനാനിൽ. കാലേബും യോശുവും മാത്രമേ ചെന്നുള്ളൂ, ബാക്കി ആരും ചെന്നില്ല. എല്ലാവരും മരുഭൂമിയിൽ വെച്ച് നശിച്ചുപോയി. ദൈവം അവർക്ക് പ്രോമിസ് കൊടുത്താണ്, നിങ്ങളെ കനാൻ ദേശത്ത് കൊണ്ടു ചെല്ലും. ദൈവത്തിൻ്റെ വലിയ പർപ്പസാണത്. അതവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അവർക്ക് ആ ഒരു ദർശനമില്ല, നഷ്ടപ്പെട്ടു പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഞാനിന്ന് പറഞ്ഞത് കർത്താവിൻ്റെ ശക്തി, ദ പവർ ഓഫ് മിഷൻ, അവൻ്റെ വേല ചെയ്യുന്നവരുടെ കൂടെ ഉണ്ടാവും. നമുക്കറിയാം പൗലോസിനെ എന്തൊക്കെയാണ് സംഭവിച്ചത്. പൗലോസിൻ്റെ ലൈഫിൽ ഇത്തിരി കഷ്ടപ്പാടുകളുണ്ടായിരുന്നു, കപ്പൽ ചേതത്തിൽ അകപ്പെട്ടു. എന്നാൽ അവിടെ എല്ലാം ദൈവത്തിൻ്റെ ആത്മാവിന് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നു. ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്, ബൈബിളിൽ കാണുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോഴും നമ്മൾ പലപ്പോഴും അവിശ്വാസം പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു ശക്തി നമ്മൾ ചെയ്യുന്ന മിഷനകത്തുണ്ടെന്ന് നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നില്ല. എന്തെങ്കിലും നെഗറ്റീവായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഉൾവലിയാണ്.
ഈ ഇസ്രായേൽ മക്കൾ പറഞ്ഞതുപോലെ ആ ദർശനം ഇല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന അനുഭവം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദർശനമില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ ജീവിതം ഒരിക്കലും മുമ്പോട്ട് പോകാൻ. നമ്മുടെ ഉള്ളിൽ വലിയൊരു നിക്ഷേപം അവൻ ഇട്ടിരിക്കുകയാണ്, വലിയൊരു നിക്ഷേപം ഇട്ടിരിക്കുക. നിങ്ങളൊക്കെ ബാങ്കിലെ ഡെപ്പോസിറ്റൊക്കെ ഇടുന്നത് പോലെ ദൈവം നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു നിക്ഷേപം ഇട്ടിരിക്കുക, എറ്റേണൽ ലൈഫ്. എന്തിനാണ് അത്? 30, 60, 100 മേനി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഫലം കായ്ക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 30 പേരും 60 പേരും 100 പേരും നിങ്ങളുടെ ജീവിതം കൊണ്ട് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോഴേ അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തിയും ഒരു വലിയ ഡെലിവറൻസും വന്നു ചേരുകയാണ്. ഡെലിവറൻസിൻ്റെ അങ്ങേ അറ്റത്തെ എക്സ്ട്രീമായിട്ടുള്ളൊരു പില്ലറായിട്ട് നിങ്ങൾ എടുത്തോ, അങ്ങേ അറ്റത്ത് നിൽക്കുന്ന പില്ലർ. നമ്മൾ ബേസിക്കായിട്ട് പ്രാർത്ഥനയെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും ദൈവവചന പഠനമൊക്കെ പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ മിഷനിൽ ഇൻവോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ഈ ലോകത്തിൽ ചെയ്യാവുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യുകയാണ്, ഇൻവോൾവ് ചെയ്യുകയാണ്. അപ്പോഴേ അവിടെ നമ്മുടെ ജീവിതത്തിലൊരു ടോട്ടൽ ഡെലിവറൻസ് അവിടെ വന്നു ചേരും. അത് നമ്മൾ വിശ്വസിക്കുമോ? അപ്പോഴേ ഞാനിന്ന് ഇവിടെ ഈ പില്ലേഴ്സ് ഓഫ് ഡെലിവറൻസ് ഇവിടെ നിർത്തുകയാണ്. ഞാൻ ഏകദേശം നമ്മൾ ഡെലിവറി ചെയ്യാനായിട്ട് നമ്മുടെ ജീവിതത്തിലെ പ്രയാസപ്പെടുന്നു, നെടുവീർപ്പിലിരിക്കുന്നു, ഉദ്ദേശിക്കുന്ന പോലെ കാര്യം നടക്കുന്നില്ല, പ്രാർത്ഥന കേൾക്കുന്നില്ല, മുന്നോട്ടുള്ള പ്രയാണത്തിലെ വലിയ പ്രയാസം, ചിലരുടെ ബിസിനസ് ഫെയിലാവുന്നു, ചിലരുടെ കുഞ്ഞുങ്ങളെ തലമുറകൾ ശരിയാവുന്നില്ല, കാര്യങ്ങൾ നടക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ പില്ലേഴ്സ് നിങ്ങളുടെ ജീവിതങ്ങൾ പണിയുന്നുണ്ടെങ്കിൽ ഈ 9ാമത്തെ പില്ലർ കഴിയുമ്പോഴേ നിങ്ങൾക്കറിയാം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ വരുമെന്ന്, അല്ലേ? നിങ്ങൾക്കെല്ലാം അറിയാം. പക്ഷെ എന്നെക്കൊണ്ട് ചെയ്യാൻ വയ്യ. ഇതാണ് പലരും ഇന്ന് ചിന്തിക്കുന്നത്, എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ വയ്യ. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവിടെ എല്ലാം തടസ്സം ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ഇതെല്ലാം കളഞ്ഞ് നമ്മുടെ കണ്ണ് തുറക്കാൻ, അതാണ് നമുക്ക് കണ്ണ് തുറക്കാൻ, ഇരുളിൽ നിന്ന് സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് ആളുകളെ വലിച്ചു കയറ്റാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവിടെ വലിയ ശക്തി, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. ഇനിയും നമ്മൾ പല എക്സാമ്പിൾസ് ബൈബിളിൽ നിന്ന് പലരുടെയും ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെസ്സേജസിൽ അത് ഓരോരുത്തരുടെയും ലൈഫിലൊക്കെ എങ്ങനെ വന്നെന്ന് പറയും. അപ്പോൾ ദെയർ ഇസ് ദ പവർ ഓഫ് മിഷൻ. അത് നമ്മുടെ ജീവിതങ്ങളിൽ വന്നു ചേരട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ പ്രേക്ഷിത ദൗത്യത്തിലെ ഞങ്ങൾ ഇൻവോൾവ് ചെയ്യുമ്പോഴേ നിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് ഞങ്ങൾ കണ്ടല്ലോ. ദൈവത്തിൻ്റെ കൺമണിയെ തൊടുന്നു, അവൻ്റെ കൃഷ്ണമണി ആപ്പിൾ ഓഫ് ദ ഐ അതിൽ തൊടുന്നതിന് തുല്യമാണ്. അതനുസരിച്ച് നീ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. നീ കർത്താവ് ഉള്ളം കൈയിൽ വരച്ചിരിക്കുകയാണ്. നിൻ്റെ ഉള്ളം കൈ പൊളിക്കാതെ ഞങ്ങളെ അതിൽ നിന്ന് റിലീസ് ചെയ്യാൻ അത്രയ്ക്കുള്ളൊരു പ്രൊട്ടക്ഷൻ നീ ഞങ്ങൾക്ക് തരികയാണ്. അതുകൊണ്ട് ഒരിക്കലും പിശാച് ഞങ്ങളെ തൊടുകയില്ല എന്ന് ഞങ്ങൾ കേട്ടല്ലോ കർത്താവേ. അതുകൊണ്ട് ആ ദർശനം നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ ഈ ദിവസങ്ങൾ ഞങ്ങളെ പ്രാർത്ഥിക്കാനും ദൈവവചനം ധ്യാനിപ്പാനും കൂടുതലായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ആ മിഷൻ ദൗത്യം ഞങ്ങളിലേക്ക് ധാരാളമായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നീ ഇമ്പാർട്ട് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയൊക്കെ ഞങ്ങൾക്ക് വലിയ ഡെലിവറൻസ് വന്നു ചേരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഇസ്രായേൽ മക്കൾ പറഞ്ഞ പോലെ അവിശ്വാസം പറയാനായിട്ടല്ല കർത്താവേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ പലതായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ അതെല്ലാം ഒന്ന് ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് ഞങ്ങളെ ഒന്ന് വിനയപ്പെടുത്തി ഈ ദിവസങ്ങൾ കൂടുതലായിട്ട് ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് കൂടുതലായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി അവരുടെ ജീവിതങ്ങൾ വ്യാപരിക്കട്ടെ. എല്ലാ തകർച്ചകളിൽ നിന്നും, എല്ലാ നിരാശകളിൽ നിന്നും, എല്ലാ ഭയത്തിൽ നിന്നും, എല്ലാ രോഗങ്ങളിൽ നിന്നും, എല്ലാ നെടുവീർപ്പിൽ നിന്നും, തലമുറകളുടെ ദോഷങ്ങളിൽ നിന്നും നീ അവരെ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്ന ഓർത്ത സ്തോത്രം എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓർത്ത സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി വാച്ച് ചെയ്യുക. ഇനിയും അടുത്ത എപ്പിസോഡുകളിൽ ഡെലിവറൻസിൻ്റെ സീരീസ് ഓഫ് ടോക്സ് ആണ് പറയുന്നത് ബൈബിളിൽ നിന്നുള്ള. അതും നിങ്ങൾ വാച്ച് ചെയ്യുക. പ്രത്യേകിച്ചും അടുത്ത സൺഡേയിൽ നമ്മൾ ലൈവായിട്ടുള്ള പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട്. സൺഡേയിൽ നമുക്ക് ഡെയിലി ഉള്ള മെസ്സേജ് ഇല്ലല്ലോ. 9 തൊട്ട് 10 വരെ ഗൂഗിൾ മീറ്റിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്കുകൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഇടുന്നതാണ്. വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ മൊബൈൽ നമ്പർ അയച്ചു തന്നാൽ അതിലേക്ക് നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.